ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ലഹരിയുടെ ഉപയോഗം. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, എന്താണ് അൻസാറിന് നമ്മളോട് പറയാനുള്ളതെന്ന് കേൾക്കാം. വീട് ഒരു മരുന്ന് തന്നെയാണ് ലഹരി. വീട്ടിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും എല്ലാവരും കുട്ടികളോട് വളരെ അടുത്ത് ഇടപഴകി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എപ്പോഴും ശാസിക്കുകയും കുറ്റം പറയുകയും മാത്രം ചെയ്യുന്ന ഒരു അന്തരീക്ഷം അല്ല, അതിൽ നിന്നൊക്കെ മാറി ഒരുപാട് സ്നേഹം കൊടുക്കുന്ന ഒരു വീടിന്റെ അന്തരീക്ഷം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ഇതിൽ നിന്ന് മാറ്റം വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവനവനെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ മാറുകയാണെങ്കിൽ അവരൊരിക്കലും മറ്റൊരു വഴികളിലേക്ക് പോവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികളുടെ കയ്യിൽ ആവശ്യമില്ലാണ്ട് അവരുടെ കാശ് കൊടുക്കുക അങ്ങനത്തെ പാടില്ല. നമ്മൾ കൂടുതൽ അവരുടെ കാര്യത്തിൽ കൂടെ ശ്രദ്ധ എത്തിയാൽ തന്നെ ഇത് വളരെയധികം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. എത്തിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് അവർക്ക് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നോ എന്ന് പറയാനുള്ള ഒരു വിൽ പവറും കൂടി കുട്ടിക്ക് ഉണ്ടാവും. പ്രതിജ്ഞകൾ എടുക്കുന്നു, നോ ഡ്രഗ്സ് ക്യാമ്പുകൾ എടുക്കുന്നു, അതൊന്നും പക്ഷെ അതിന്റെ വാല്യൂസ് ഒന്നും ഒരു ജനറേഷൻ അങ്ങനെ തീരെ അറിയില്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് അറിയില്ലേ. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ അതിനുള്ള ഒരു കൗൺസിലിങ്ങും അല്ലെങ്കിൽ ഒരു അവയർനെസ്സും കൊടുത്ത് അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നാൽ കോളേജ് ഇതിപ്പം സത്യം പറഞ്ഞ ഹൈസ്കൂൾ UP ക്ലാസ്സസിലുള്ള കുട്ടികൾ തന്നെ ഡ്രഗ് യൂസ് ചെയ്തിപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി യൂസ് ചെയ്തിട്ട് അവന് കാട്ടിക്കൂട്ടിയത് ക്ലാസ്സിൽ കുട്ടി അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. അപ്പം ഇവർ യൂസ് ചെയ്യാതിരിക്കാനുള്ള ആ ഒരു ഇതാണ്, അവിടെയാണ് നമ്മൾ അതിന് സ്റ്റോപ്പ് ചെയ്യുന്നത്. അല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അത് ലോനെ ആരും പേടിയില്ലാത്തതുകൊണ്ടാണ്. അത് നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ന് ആ ലഹരിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ ഉപയോഗം മാത്രമല്ല, ഇത് കഴിച്ചാൽ ഇത് കുടിച്ചാൽ ഇതിങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മളെ നാട്ടിൽ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് പോലെ നമ്മളെ രാജ്യത്തും വന്നാൽ തീർച്ചയായിട്ടും ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ വരും.